രണ്ട് ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മള് ബ്രോക്യാമ്പ് നാഷണൽ ലെവൽ എക്സ്പാൻഷൻ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബ്രോക്യാമ്പിൽ നിന്ന് ഏകദേശം 300ഓളം പേര് പ്ലേസ്ഡ് ആയി കഴിഞ്ഞു ഓൾറെഡി. ആദ്യം തന്നെ ബ്രോക്യാമ്പ് എക്സ്പാൻഷനെ കുറിച്ച് പറയാം. നമ്മള് കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2020 നമ്മൾ ബ്രോക്യാമ്പിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറും 2-3 സീറ്റിലിരുന്ന് നമ്മളിപ്പോ കേരളത്തില് 3 സിറ്റീസിൽ, അതായത് കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം 3 സിറ്റിയിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് ഏകദേശം 1300ഓളം കോവർക്കിംഗ് സ്പേസ് സീറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്ത്, അതായത് 1300ഓളം കുട്ടികളാണ് ഇപ്പൊ ബ്രോക്യാമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേരളത്തിലെ 3 സിറ്റി കവർ ചെയ്തോട് കൂടിയിട്ട് ഇനി നമ്മള് കേരളത്തിന് പുറത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ വിചാരിച്ചത് നേരെ തമിഴ്നാട് പോവാൻ, ചെന്നൈ, കോയമ്പത്തൂരൊക്കെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷെ പ്ലാനിന് വിപരീതമായിട്ട് ഇതാ ബാംഗ്ലൂരിലോട്ട് പോവാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ ബ്രോക്യാമ്പ് ബാച്ച് ഈ മന്ത് ഒക്ടോബർ മിഡിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതോട് കൂടിയിട്ട് ഞങ്ങൾ ബ്രോക്യാമ്പിന്റെ നാഷണൽ ലെവലിലെ എക്സ്പാൻഷൻ ആണ് കാണിക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ സ്ലോ ആയി പോകും, പെട്ടെന്നൊന്നും പോസിബിൾ ആവില്ല എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ആക്ഷൻ, ഞങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ ഒരുപാട് തിങ്ക് ചെയ്ത് അനാലിസിസിക്കൽ പാരാലിസിസ് പോവാതെ ഞങ്ങൾ എന്താ പറയാ, പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തിട്ട് ബാംഗ്ലൂരിലോട്ട് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഈ കാര്യം ഓൾറെഡി ഇൻസ്റ്റയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഒരുപാട് പേര് അറിയിച്ചപ്പോൾ ഏകദേശം 40ഓളം പേര് ഓൾറെഡി അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഒരു വലിയൊരു ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ബാംഗ്ലൂരിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈ, കോയമ്പത്തൂർ വരുന്നുണ്ട്. അതിനു പുറമെ പൂനെ, മുംബൈ, ഗുർഗോൺ, അങ്ങനെ കിടക്കുകയാണ്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഇപ്പൊ നമ്മളെ ടീമിന് പുറമെ നമ്മളെ വളർത്തിയത്, അതായത് ആദ്യം മുതൽ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പൊ ഒരു ടെക് ചാനലൊക്കെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഒരു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നല്ല. അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. ഇനി നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഞങ്ങളെ വർക്ക് കൂടുകയാണ്. ഞങ്ങളെ കൂടെയും കുറെ ആൾക്കാർ വേണം. ഞങ്ങൾക്കും പല ഭാഷകൾ സംസാരിച്ച് പഠിക്കാനും എക്സ്പാൻഡ് ചെയ്യാനും കുറെ പരിപാടികളുണ്ട്. ഇതെല്ലാം ചെയ്യാൻ നിങ്ങളെല്ലാ സപ്പോർട്ടും ഇനിയും വേണം. കേരളത്തിലെ ഒരു സ്ട്രോങ് ടെക് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എന്നും നിലനിൽക്കണം. എന്നാൽ മാത്രമേ ടെക്കിലോട്ട് ഒരുപാട് പേർക്ക് കടന്നു വരാനും എൻ്റർ ചെയ്ത് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും ഈവൻ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സുകൾ ബിൽഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ടെക്കീസ് ഒരുപാട് നിറഞ്ഞേക്കണം. നല്ല നമുക്ക് നല്ല സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റുകളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരുപാട് ടെക്കീസ് ഇനിയും കടന്നു വരട്ടെ, ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് കടന്നു വരട്ടെ. ഇതിനെല്ലാം ബ്രോട്ടോടൈപ്പ് എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവും. ഈ ഒരു എക്സ്പാൻഷനിൽ ഈ ഒരു മൂവ്മെന്റ്, അതായത് എഡ്യൂക്കേഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ഉണ്ടല്ലോ, അതായത് സെൽഫ് ലേണിംഗ് എന്നുള്ളത്. അത് എല്ലാവരും പറയുമ്പോൾ സെൽഫ് ലേൺ ചെയ്യേ, ടീച്ചറില്ല പഠിക്കുക പറ്റൂല എന്ന് പറയുന്ന സംഭവം അത് പോസിബിൾ ആക്കി നമ്മൾ മുന്നോട്ട് വെച്ചു. അത് പ്രൂവ് ചെയ്തു. അതിലൂടെ ഒരുപാട് പേര് അവരുടെ കരിയർ ബിൽഡ് ചെയ്തു, ലൈഫ് ബിൽഡ് ചെയ്തു, ഫാമിലി രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മള്. അടുത്ത കാര്യം 300 പ്ലേസ്മെന്റ് ആയത്, അതായത് ബ്രോക്യാമ്പില് നമ്മൾ ആദ്യത്തെ ഒരു 100 പ്ലേസ്മെന്റ് ആവാൻ ഏകദേശം 1.5 വർഷം എടുത്തു. പക്ഷെ ഇപ്പോഴത്തെ ലാസ്റ്റ് 6 മാസം കൊണ്ട് നമ്മൾ 300 പ്ലേസ്മെന്റ് ആയി. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു വർഷം കൊണ്ട് 1000-1500 പേരെ ജോലിയിലോട്ട് എത്തിക്കുന്നുള്ളത്. ഇതാ അതിലോട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 1000-1500 പേരെ പ്ലേസ്മെന്റിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സാലറിക്ക് ഏതെങ്കിലും ജോബിലോട്ട് എത്തിക്കുന്നതല്ല പറഞ്ഞത്. നമുക്ക് ആവറേജ് സാലറി നോക്കുമ്പോൾ ഏകദേശം 4.5 lakh rupees ആവറേജ് സാലറി കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ വേറൊരു കണക്ക് മനസ്സിലാക്കണം. അതായത് ഏകദേശം 57%, 57% ആൾക്കാർ നോൺ ടെക് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുക ചെയ്തിട്ടുള്ളത്. ഏകദേശം 300 പ്ലേസ്മെന്റ്സിൽ ഏകദേശം 40ഓളം പേര് പല ഡിഗ്രികൾ പഠിക്കാൻ വേണ്ടി ഫെയിൽ ആയ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ആവറേജ് പാക്കേജ് സാലറി 5 lakhന് എബോവ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈഫിൽ എവിടെയോ തോറ്റു, ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ വരെ 40ഓളം പേര് വരെ രക്ഷപ്പെട്ട് അവരുടെ ഫാമിലിനെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുന്നേ വെറും 2-3 ആൾക്കാരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം 90ഓളം പേര് ടീം മെമ്പേഴ്സ് ഉള്ള വലിയൊരു ടീമായിട്ടിരിക്കുക. ഇനിയും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ടീമിലോട്ട് കടന്നു വരണം. സോ ടീമിലോട്ട് കടന്നു വരികയും ചെയ്യുക. നമ്മുടെ ബ്രോക്യാമ്പ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, അതായത് സെൽഫ് ലേണിംഗ് നാട്ടിൽ പോസിബിൾ ആണ്. ഇനി ഒരുപാട്
പേര് നമ്മൾ പഴയ സിസ്റ്റത്തിന്റെ പിന്നാലെ പോണ്ട എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാണ്. വെറുതെ സംസാരിച്ചിട്ട് പോവല്ല, പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിങ്ങളും കൂടെ ഈ എഡ്യൂക്കേഷൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കണം.